നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ തന്നെ ഒരു വാഴ വളർത്താം. പെട്ടെന്ന് വളരാനും കുലകൾ കട്ടിയുള്ളതാക്കാനും സ്മാർട്ട് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. അതൊക്കെ എങ്ങനെയാണെന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ വീട്ടിൽ ഒരു വാഴച്ചെടി വളർത്തുന്നത് മിക്ക ആളുകളും കരുതുന്നതിലും എളുപ്പമാണ്. ശരിയായ മണ്ണ്, വെള്ളം, പോഷകങ്ങൾ എന്നിവ നൽകിയാൽ വാഴച്ചെടികൾ വേഗത്തിൽ വളരുന്നതും ഉയർന്ന ഉൽപ്പാദനക്ഷമതയുള്ളതുമാണ്. ശരിയായ ആസൂത്രണത്തോടെ ചെറിയ വീട്ടുപറമ്പുകളോ ടെറസുകളോ പോലും ഗുണനിലവാരമുള്ള ഫലം പുറപ്പെടുവിക്കുന്ന ആരോഗ്യമുള്ള വാഴച്ചെടികളെ പിന്തുണയ്ക്കും. ശരിയായ വാഴ ഇനം തിരഞ്ഞെടുക്കൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വീട്ടിൽ വളർത്തുന്നതിന് കുള്ളൻ, അർദ്ധകുള്ളൻ വാഴ ഇനങ്ങളാണ് ഏറ്റവും നല്ലത്. ഈ ഇനങ്ങൾക്ക് കുറഞ്ഞ സ്ഥലം മാത്രമേ ആവശ്യമുള്ളൂ. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പരമ്പരാഗത ഉയരമുള്ള ഇനങ്ങളെ അപേക്ഷിച്ച് നേരത്തെ ഫലം പുറപ്പെടുവിക്കുന്നു. കാലാവസ്ഥയും സ്ഥല ആവശ്യകതകളും. ധാരാളം സൂര്യപ്രകാശം ലഭിക്കുന്ന ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥയിലാണ് വാഴച്ചെടികൾ വളരുന്നത്. പ്രതിദിനം കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം ശക്തമായ വളർച്ചയ്ക്കും കായ്കളുടെ വികാസത്തിനും അനുയോജ്യമാണ്. കണ്ടെയ്നർ അല്ലെങ്കിൽ നിലത്തുനടിയിൽ. വാഴ വലിയ പാത്രങ്ങളിലോ നേരിട്ട് നിലത്തോ വളർത്താം. പാത്രങ്ങൾ ആഴത്തിലും വീതിയിലും നല്ല നീർവാർച്ചയുള്ളതുമായിരിക്കണം. അതേസമയം നിലത്ത് നടുന്നതിന് അയഞ്ഞതും ഫലഭൂഷ്ടമായ മണ്ണ് ആവശ്യമാണ്. ആരോഗ്യമുള്ള വേരുകൾക്കായി മണ്ണ് തയ്യാറാക്കൽ. തോട്ടമണ്ണ്, കമ്പോസ്റ്റ്, മണൽ എന്നിവ അടങ്ങിയ സമ്പുഷ്ടമായ മണ്ണ് മിശ്രിതം നീർവാർച്ചയും പോഷക ലഭ്യതയും മെച്ചപ്പെടുത്തുന്നു. ഈർപ്പം നിലനിർത്തുന്നതിനും ചെടിയെ പോഷിപ്പിക്കുന്നതിനും ജൈവവസ്തുക്കൾ നിർണായക പങ്ക് വഹിക്കുന്നു. നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കലും തയ്യാറാക്കലും. വീട്ടിൽ വളർത്തുന്നതിന് സക്കർ ചെടികളോ ടിഷ്യൂ കൾച്ചർ ചെയ്ത ചെടികളോ ആണ് അഭികാമ്യം. ആരോഗ്യമുള്ള നടീൽ വസ്തുക്കൾ വേഗത്തിലുള്ള വേരുറപ്പിക്കലും ഏകീകൃത വളർച്ചയും ഉറപ്പാക്കുന്നു. ശരിയായ നടീൽ സാങ്കേതിക വിദ്യ. ചെടിയുടെ വേരുകൾ നന്നായി വിടർന്ന രീതിയിൽ നിവർന്ന് വയ്ക്കണം. ശരിയായ ആഴത്തിൽ നടുന്നത് തണ്ട് ചീയൽ തടയുകയും ശക്തമായ കടപട തണ്ട് വികസനത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. തുടർച്ചയായ വളർച്ചയ്ക്കുള്ള നനവ് തന്ത്രം. വീട്ടിൽ തന്നെ ഒരു വാഴ വളർത്താം. പെട്ടെന്ന് വളരാനും കുലകൾ കട്ടിയുള്ളതാക്കാനും സ്മാർട്ട് ടെക്നിക്കുകൾ ഉപയോഗിക്കാം. വാഴച്ചെടികൾക്ക് സ്ഥിരമായി ഈർപ്പം ആവശ്യമാണ്. പ്രത്യേകിച്ച് വളർച്ചയുടെ പ്രാരംഭഘട്ടത്തിൽ ആഴത്തിലുള്ള നനവ് ശക്തമായ വേരുകൾക്ക് കാരണമാകുന്നു. അതേസമയം വെള്ളം കെട്ടി നിൽക്കുന്നത് ഒഴിവാക്കണം. ഊർജ്ജസ്വലമായ സസ്യങ്ങൾക്കുള്ള പോഷക പരിപാലനം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവ ഉപയോഗിച്ചുള്ള സന്തുലിത വളപ്രയോഗം ഇലകളുടെ വളർച്ച, പൂവിടൽ, കായ്കളുടെ രൂപീകരണം എന്നിവയെ പിന്തുണയ്ക്കുന്നു. കുലയുടെ വലിപ്പത്തിന് പൊട്ടാസ്യം പ്രത്യേകിച്ചും പ്രധാനമാണ്. മികച്ച വിളവിന് സക്കർ മാനേജ്മെൻറ്റ്. അധികമുള്ള കന്നുകൾ നീക്കം ചെയ്യുന്നത് പ്രധാന സസ്യത്തിന് കൂടുതൽ പോഷകങ്ങൾ ലഭിക്കാൻ അനുവദിക്കുന്നു. ഒരു പ്രധാന സസ്യവും ഒരു ഫോളോവർ സസ്യവും പരിപാലിക്കുന്നത് തുടർച്ചയായി ഉൽപ്പാദനം ഉറപ്പാക്കുന്നു. വീട്ടിൽ തന്നെ കീടരോഗ നിയന്ത്രണം. പതിവ് പരിശോധനയും ജൈവ പരിചരണവും മുഞ്ഞ, ഫംഗസ്, അണുബാധ തുടങ്ങിയ കീടങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കും. വൃത്തിയുള്ള ചുറ്റുപാടുകൾ രോഗസാധ്യത കുറയ്ക്കുന്നു. വിളവെടുപ്പും വിളവെടുപ്പിന് ശേഷമുള്ള പരിചരണവും. പഴങ്ങൾ പൂർണ്ണമായും വികസിപ്പിച്ചിട്ടും പച്ചപ്പുള്ളപ്പോൾ വാഴപ്പഴം വിളവെടുക്കുന്നു. ശേഷിക്കുന്ന ചെടിയുടെ ശരിയായ പരിചരണം അടുത്ത കായ്കൾ ഉണ്ടാകുന്നത് ഉറപ്പാക്കുന്നു. അപ്പോൾ ഇത്രയേറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വാഴക്കുലകൾ കിട്ടുന്നതാണ്. ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.